രാഗൻ ചേരുന്നുണ്ട്. രാഗൻ, ഈ പ്രധാനപ്പെട്ട ലീഡാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പല പല വഴിത്തിരിവുകളും ഈ കേസിൽ ഉണ്ട്. പ്രധാനപ്പെട്ട 2 ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒന്ന്, നവജാത ശിശുവിൻ്റെ മരണം. മരണം സമ്മതിക്കുന്നുണ്ട് കുട്ടിയുടെ മാതാവ്, 23 വയസ്സുകാരി. അതേസമയം തന്നെ മറ്റൊന്ന് റേപ്പ് ഇലമെന്റ്, അത് പോലീസിന് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്? എന്തൊക്കെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഈ കേസിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്? പ്രജീഷ്, വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ കാര്യം നമ്മൾ ആദ്യം കേട്ടത്. ഇത് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ അരുൺ ശങ്കറാണ് ഈ പനമ്പള്ളി നഗറിലെ വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യം എത്തുന്നത്. അരുൺ ഇവിടെ എത്തുമ്പോൾ എന്തായിരുന്നു ഒരു അവസ്ഥ? ആദ്യം നമ്മൾ ലഭിച്ച വിവരം എന്ന് പറയുന്നത് വിദ്യാനഗറിലൊരു കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം റോഡിൽ കിടക്കുകയായിരുന്നു. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് തുണി കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ കൗൺസിലർ നമ്മളോട് പറഞ്ഞത് അത് വഴിയരികിൽ ഉപേക്ഷിച്ചതല്ല, അത് വഴിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് വലിച്ച് താഴേക്ക് എറിയുകയായിരുന്നു. ആ CCTV ദൃശ്യം അപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒരു 8 മണിയോട് കൂടിയായിരുന്നു ആ കുട്ടിയുടെ ശരീരം പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. പിന്നീടാണ് പോലീസ് ആ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. ആദ്യം നോക്കിയപ്പോൾ അത് എറിയുന്ന കുട്ടിയുടെ മൃതദേഹം എറിയുന്ന ഡയറക്ഷൻ നോക്കിയപ്പോൾ കണ്ട ഫ്ലാറ്റിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതകളും സംശയങ്ങളും പോലീസിന് ഉള്ളെടുത്തു. പക്ഷേ പോലീസ് മറ്റു ഫ്ലാറ്റുകളും പരിശോധിച്ചു. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ആശാ വർക്കർമാർ, നമുക്കറിയാം നാട്ടിലൊക്കെ ആശാ വർക്കർമാർക്ക് അറിയാം എവിടെയൊക്കെ ഗർഭിണികൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ വിളിച്ചു വരുത്തി ഈ ഫ്ലാറ്റിൽ ആരെങ്കിലും ഗർഭിണികൾ ഉണ്ടായിരുന്നു എന്ന് തിരക്കി. അപ്പോൾ ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. പക്ഷേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. കാരണം രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ, ആരോഗ്യവകുപ്പിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാനും കൂടി ഇവിടേക്ക് എത്തി. ഞാനിവിടെ എത്തിയ ശേഷം ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്ന് പ്രധാനമായും അപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെയാണ് പോലീസ് സംഘം ഈ ഫ്ലാറ്റിലെത്തി ഏവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. 21ഓളം യൂണിറ്റുകൾ ഇവിടെയുണ്ട്. അതിൽ 18 കുടുംബങ്ങളുള്ളത്. ബാക്കി 3 ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇവിടെ സ്ഥിരതാമസമായി തന്നെയുള്ള ഒരു ആളുകളാണ് എന്ന കാര്യവും കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ്, അല്ലെങ്കിൽ ഒരു നിമിഷങ്ങൾക്കാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ പോലീസ് ഇവിടെ എത്തി, ഇവർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് കാര്യങ്ങൾ എത്തുകയും 2 സ്ത്രീകളും ഒരു പുരുഷനും ആ ഫ്ലാറ്റിലുണ്ട് എന്ന് കൗൺസിലർ വ്യക്തമാക്കുന്നു. കൗൺസിലർ, ഇവിടുത്തെ പ്രദേശത്ത് തന്നെയുള്ള കൗൺസിലർ അഞ്ജനയാണ് അക്കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം പോലീസും അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് പോലീസ് വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. അങ്ങനെയാണ് താനാണിത് ചെയ്തത് എന്ന് ഈ യുവതി പോലീസിനോട് സമ്മതിക്കുന്നത്. അങ്ങനെ സമ്മതിച്ച ശേഷം ഈ മാതാപിതാക്കൾക്ക് ഇതിൽ കാര്യമായിട്ടുള്ള റോളോ അല്ല പങ്കാളിത്തമോ ഇല്ല എന്നും അവർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞ് 5 മണിയോടുകൂടി പ്രസവം നടക്കുന്നു, കഴുത്ത് മുറുക്കുന്നു. അതിനുശേഷം ഇവിടേക്ക് എറിയുകയാണ് ഉണ്ടായത്. നമുക്ക് കാണാം ഈ റോഡിന് തൊട്ടിപ്പുറത്ത് ഒരു കാട് പിടിച്ച. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ക്രൈം അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് കൗൺസിലർ 2 അതിഥികളിലേക്ക് പോകാം. കൗൺസിലർ അഞ്ജന ചേരുന്നുണ്ട്. ഒപ്പം ഡോക്ടർ എൽ സീമൻ, സൈക്യാട്രിസ്റ്റ് കൂടി കൊച്ചിക്കാരിയാണ്, ചേരുന്നുണ്ട്. അഞ്ജനയാണ് ഈ പ്രധാനപ്പെട്ട ചില സൂചനകളൊക്കെ തന്നെ മാധ്യമങ്ങളോട് ആദ്യം പങ്കുവയ്ക്കുന്നത്. കൗൺസിലറാണ്, ഈ പ്രദേശവുമായിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്, ആളുകളെയും ഒരുപക്ഷെ അറിയാമെന്ന് മനസ്സിലാക്കുന്നു. നഗരഹൃദയത്തിലാണ് സംഭവിക്കുന്നത്, ഫ്ലാറ്റിലാണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ സംശയങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്? കാരണം അതിജീവിത എന്ന് പോലീസ് കൺഫേം ചെയ്തു. അപ്പോൾ നമുക്ക് പേര് വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ ഐഡന്റിറ്റി ഒന്നും നമുക്ക് വെളിപ്പെടുത്താനോ പറയാനോ കഴിയില്ല. എങ്കിലും നമുക്ക് ഈ കേസിൽ, ഈ സംഭവത്തിൽ അതിൻ്റെ ഒരു പല വഴിത്തിരിവുകളിലേക്കാണ് പോകുന്നത്. പീഡനമടക്കം റിപ്പോർട്ട് ചെയ്തതായി പോലീസ് പറയുന്നുണ്ടെങ്കിൽ ഗൗരവമേറിയ കാര്യമാണ്. എന്താണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന സൂചനകൾ, സ്ഥിരീകരണങ്ങൾ? ഇതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇതിൽ ഈ കുട്ടി ബാംഗ്ലൂരാണ് MBA പഠിച്ചത് എന്നും അത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഫ്ലാറ്റിൽ വന്ന് താമസമായിട്ടുണ്ട്. അവർക്ക് സ്വന്തമായി മറ്റൊരു വീടുമുണ്ട് എറണാകുളത്ത് തന്നെ. ഈ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഓണറാണ് ഈ കുട്ടിയുടെ പിതാവ്. അപ്പോൾ അതാണ് നമുക്കവിടെ ഫ്ലാറ്റ് അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അറിയാൻ സാധിച്ചത്.
പിന്നെ ഇങ്ങനെ ഒരു കുട്ടി, ഗർഭിണിയായ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ളത് ഫ്ലാറ്റിൽ ഉള്ളവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചൊരു വിവരം. അതോടൊപ്പം തന്നെ ഈ ആശാ വർക്കേഴ്സിനോട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഇങ്ങനെ ഒരു ഗർഭിണിയായ ഒരു യുവതി അവിടെ ഉള്ളതായിട്ടോ ഒന്നും തന്നെ വിവരങ്ങളില്ല. അതൊരു പക്ഷേ ഇവർ ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാകാം. ഇപ്പോൾ ഇതിലെ പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ ഈ കുട്ടിക്ക് റേപ്പിന് ഇരയായതോ അങ്ങനെ ഒരു അതിജീവിത ആയതുകൊണ്ടായിരിക്കാം ഈ കുട്ടി ഗർഭിണിയാണ് എന്നുള്ള വിവരം പുറത്തേക്ക് പറയാതിരുന്നത്. കാരണം വിവാഹിതയല്ല ഈ കുട്ടി. ഇതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു വസ്തുത. അഞ്ജന, ഈ കുട്ടി എത്ര നാളായി? നേരത്തെ പറഞ്ഞുവല്ലോ MBAക്ക് പഠിക്കാൻ പോയി നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ 15 വർഷമായിട്ടാണ് ഈ കുടുംബം അവിടെ താമസിക്കുന്നത് എന്ന് പറയുന്നു. ഈ പെൺകുട്ടി നാട്ടിലേക്ക് എത്തിയിട്ട് എത്ര നാളായി? ഈ പെൺകുട്ടി നാട്ടിലേക്ക് എത്തിയിട്ട് ഒരു 2-3 മാസങ്ങളായി എന്നുള്ളതാണ് അവിടെ അറിയാൻ സാധിച്ചത്. കാരണം ഈ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോഴുള്ള ഫസ്റ്റ് ഓണേഴ്സിൽ പെട്ടതാണ് ഈ കുട്ടിയുടെ പിതാവ്. അദ്ദേഹം അവിടെ വന്ന് അവർ സ്ഥിരമായി താമസമാക്കുകയും ഇടയ്ക്കും അവർക്ക് എറണാകുളത്തുള്ള മറ്റൊരു വീടുണ്ട്, അവിടേക്ക് പോവുകയും മാതാവും ഈ കുട്ടിയും മാത്രം പല സമയങ്ങളിലും ഈ ഫ്ലാറ്റിലുണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അസോസിയേഷൻ അധികൃതരും അല്ലെങ്കിൽ അവിടെയുള്ള അന്തേവാസികളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടി എന്തായാലും ബാംഗ്ലൂരിൽ നിന്നും ഒരു 2-3 മാസമായിട്ടുള്ളൂ ഇവിടെ വന്ന് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിട്ട്. കുട്ടി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതലായി എന്താണ് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണോ? ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസവം കഴിഞ്ഞ് ഉള്ള ഒരു സമയം, അതിൻ്റെ ഒരു ഞെട്ടൽ, മറ്റൊന്നൊരു ക്രൈം കൂടി കമ്മിറ്റ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തൊരു സാഹചര്യം, മനോനില വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന 3 മാസത്തിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവം അങ്ങനെയെങ്കിൽ മറ്റൊരു ക്രൈമിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു റേപ്പ് എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകത്തക്ക രീതിയിലുള്ള അന്വേഷണം നന്നായി നടത്തി പ്രതി ആയ ആളെ കണ്ടുപിടിക്കാൻ തക്ക രീതിയിലൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഈ പെൺകുട്ടിയുമായിട്ട് പോലീസിനൊക്കെ സംസാരിക്കുമ്പോൾ കഴിയുന്നുണ്ടോ? പോലീസുമായി സംസാരിച്ചപ്പോൾ ഈ കുട്ടി സ്വയം സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് ഇതറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. കാരണം ആ കുട്ടി റൂമിലായിരുന്നു എന്നും വാഷ്റൂമിൻ്റെ ഉള്ളിലാണ് ഈ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയതെന്നാണ് പോലീസിൽ നിന്നും കിട്ടിയ വിവരം. അത് കണ്ടെത്തുവാനുള്ള കാരണം പ്രധാനമായും ഈ ഒരു കുഞ്ഞിനെ എറിഞ്ഞിരുന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആമസോണിൻ്റെ കവറുണ്ട്. അതിലുള്ള അഡ്രസ്സിൽ നിന്നും ആ കോഡ് ട്രാക്ക് ചെയ്തിട്ടാണ് പോലീസിന് അഡ്രസ്സ് മനസ്സിലാകുകയും ഈ പെർട്ടിക്കുലർ ഫ്ലാറ്റിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചതുമായിരുന്നു. കാരണം ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാ ഫ്ലാറ്റുകളും പരിശോധിച്ചുവെങ്കിലും ഈ ഒരു ഫ്ലാറ്റിലേക്ക് അകത്ത് കയറി പരിശോധിക്കുവാനുള്ള ഒരു കാരണത്തിലേക്ക് എത്തിയത് ആമസോണിൻ്റെ ആ ഒരു ബാർകോഡ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടി മാതാപിതാക്കളിൽ നിന്ന് പോലും ഒളിച്ചു വെച്ച രീതിയിലുള്ള ഒരു രീതിയിലേക്കാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ 3 മാസമായി നാട്ടിൽ വന്നോ മറ്റ് പുറത്തേക്കൊന്നും പോകുന്ന ഒരു പ്രകൃതമോ അല്ലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? മാതാപിതാക്കൾക്ക് നമുക്കൊരു ആശ്ചര്യം വരുന്നത് അവിടെ ഈ ഇത്രയും ഗർഭാവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലും സൂചനകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകണം, അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? മാതാപിതാക്കൾ പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെടുന്നു അല്ലെങ്കിൽ ഈ സംഭവത്തോടു കൂടിയാണ് അറിയുന്നത് എന്നാണോ? അല്ല, ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു അമ്മ എന്ന നിലയ്ക്കും ഞാനും എല്ലാം കടന്നുപോയൊരു അവസ്ഥയാണ് ഈ പ്രസവം എന്നുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ആ ഒരു അവസ്ഥയിൽ നമ്മുടെ വീട്ടുകാർക്ക് എങ്ങനെ വന്നാലും നമ്മളുടെ ഒരു ശാരീരിക മാറ്റം അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർ പറയുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾക്കോ ആ വീട്ടിൽ ആ കുട്ടിയുടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, അവർക്ക് പോലും ഈ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം അറിയില്ല എന്നുള്ളതാണ് കുട്ടിയും അതേപോലെ തന്നെ മാതാപിതാക്കളും സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു പരിധിയിൽ ഒരു മാനുഷിക ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിശ്വസനീയമായൊരു കാര്യമല്ല എന്ന്. കാരണം നമുക്ക് തീർച്ചയായിട്ടും അറിയാം, എൻ്റെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഗർഭിണിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിയും. അപ്പോൾ ഇവരറിയാതെ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്വസനീയമായൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായും അഞ്ജന പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തുന്നു, ആ സമയത്തൊക്കെ തന്നെ വീട്ടുകാർ അറിഞ്ഞില്ല. അതുവരെ വയറൊക്കെ മൂടി കെട്ടിയൊക്കെ ഉള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ മറ്റാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള
വളരെ ബോധപൂർവമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരിധിയിലേക്ക് വരും. ഈ അമ്മയുടെ അച്ഛൻ്റെയും മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കിനിയുള്ള നിമിഷങ്ങളിൽ വരും മണിക്കൂറുകളിലും ഒക്കെ തന്നെ നമുക്കറിയാൻ കഴിയും. ഡോക്ടർ എൽസി ഉമ്മൻ, പൊതുവെ ഈ സംഭവത്തിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട ക്രൈമുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന്, കുഞ്ഞിനെ അമ്മ തന്നെ കൊലപ്പെടുത്തുന്നു, ആ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്രൈം, ഒരു റേപ്പ് എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ വിഷയത്തെ ഒന്ന് സമീപിക്കുമ്പോൾ മനസ്സിലാകുന്നത്? ഈ വിഷയം എന്ന് പറഞ്ഞത് ഫിലിസൈഡ് എന്ന് പറയും. അതായത് സ്വന്തം അമ്മ കുഞ്ഞിനെ കൊന്നു കളയുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഫിലിസൈഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും 5 കാരണങ്ങൾ കൊണ്ടാണ് ഫിലിസൈഡ് ഉണ്ടാകുന്നത്. അതിനകത്തിൽ ഏറ്റവും മുകളിൽ വരുന്ന കാരണം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് അൺവാണ്ടഡ് പ്രഗ്നൻസി, ഇപ്പൊ റേപ്പിന് ഇരയാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ ചൂഷണത്തിന് ഇരയാകുകയോ വിവാഹം കഴിക്കാതെ ഉണ്ടാകുന്ന പ്രഗ്നൻസി, ഇതൊക്കെയും അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്. അപ്പൊ അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിലിസൈഡിന്റെ, അതായത് സ്വന്തം അമ്മ കുഞ്ഞിനെ കൊന്നു കളയുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവാനിടയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് പ്രസവാനന്തര വിഷാദം. അതായത് പ്രസവാനന്തരം ചില സ്ത്രീകൾക്ക് മേജർ ഡിപ്രഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കുട്ടിയെ നോക്കാനായിട്ട് ഒരു ത്രാണി ഇല്ലാതെ വരും. അപ്പോൾ കുട്ടിയെ കൊന്നു കളയാം, എന്നിട്ട് ഞാനും സ്വയം ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ, അത്തരം രീതിയിൽ ഫിലിസൈഡ്സ് അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. മൂന്നാമെന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ കുട്ടിയുടെ കസ്റ്റോഡിയൻ ഭർത്താവിനാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു വാശിയുടെ പുറത്ത്, വൈരാഗ്യത്തിന്റെ പുറത്ത്, ഈഗോ ക്ലാഷ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ ആളിനും വേണ്ട, അവർക്കും കിട്ടേണ്ട ആവശ്യമില്ല എന്നുള്ള വൈരാഗ്യ ബുദ്ധിയിൽ കുഞ്ഞിനെ കൊന്നു കളയുന്ന അമ്മമാരുണ്ട്. നാലാമതെന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉള്ളവര്, UPD അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അങ്ങനെ എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾ ഒരുപക്ഷെ കുട്ടിയെ കൊന്നു കളയാൻ സാധ്യതയുണ്ട്. അഞ്ചാമതെന്ന് പറയുന്നത് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതര ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുക, അല്ലെങ്കിൽ ആദ്യമുള്ള ആ ഒരു വിവാഹത്തിൽ നിന്ന് വേർപെട്ടു പോകുക, ഡിവോഴ്സ് നടന്നിട്ട് അടുത്ത ഒരു ബന്ധത്തിൽ പോകുമ്പോൾ കുട്ടി ഒരു തടസ്സമാണെന്ന് ചിന്തിച്ച് കൊന്നു കളയുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്ത 5 സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ ഫിലിസൈഡ് സാധാരണഗതിയിൽ ഉണ്ടാകാറ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി റേപ്പിന് ഇരയാകുകയോ അല്ലെങ്കിൽ അതിജീവിത ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി തന്നെയാണ്. അത് തന്നെയല്ല, ഈ പറഞ്ഞതിനകത്തിലെ നമുക്ക് കുറച്ചൊരു അത്ഭുതത്തോടെ ഇത് കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ. പനമ്പള്ളി നഗർ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം തൊട്ടടുത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, മാതാപിതാക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീയോ ഉണ്ടായിട്ട് അവര് ആ കുട്ടിയുടെ ശാരീരിക അവസ്ഥയുടെ വ്യതിയാനം മനസ്സിലാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 3 മാസമായിട്ടേ ഉള്ളൂ കുട്ടി. ബാംഗ്ലൂരിലായിരുന്നു പഠിക്കാൻ പോയത്, 3 മാസമായി നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം. നമുക്കറിയാമല്ലോ, നമ്മൾ തന്നെ ഒരു ഗർഭാവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അതൊക്കെ ഓരോരോ ഘട്ടങ്ങളിലായി ഇങ്ങനെ നമ്മൾ കരുതലോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചോളം, അതും പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സാമൂഹ്യ സാഹചര്യമൊക്കെ അങ്ങേ അറ്റത്ത് ദുർബലാവസ്ഥയിലുള്ള ഒരു ഫാമിലി അല്ല. അപ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ, താമസിക്കുന്ന ഇടം തന്നെ എന്തായാലും പനമ്പള്ളി നഗറൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു താമസിക്കുന്ന ആളുകളുടെ ഫ്ലാറ്റുകളുടെ അവസ്ഥയൊക്കെ ശോചനീയ അവസ്ഥയല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള സംശയങ്ങൾ. തീർച്ചയായിട്ടും. പിന്നെ ആകെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മാസം തികയാതെയുള്ള ഒരു പ്രസവമാണെങ്കിൽ, ഇപ്പോൾ 7 മാസത്തിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു അബ്ഡോമിനൽ ഗർത്ത് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വയറ് വലുതാകെ അങ്ങനത്തെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ കാണാനായിട്ടുള്ള ഒരു സാധ്യത കുറവുള്ള ഏക ഒരു സാഹചര്യം എന്ന് പറയുന്നത് മാസം തികയാതെ പ്രീ ടേം ഡെലിവറി ആണെങ്കിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാളത്തേക്കൊക്കെ ഹൈഡ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പക്ഷേ പൂർണ്ണ വളർച്ച എത്തിയതാണെന്നുണ്ടെങ്കിൽ, ഒരു 7 months ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാരീരിക ചേഞ്ചസ് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അത് മിസ്സാക്കാനുള്ള ഒരു സാധ്യത ഒട്ടുമേ തന്നെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ കബളിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഇല്ലായിരിക്കും. പക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രീ ടേം ഡെലിവറി ആണെങ്കിൽ, അത് തന്നെയല്ല ആ കുട്ടി ഒരു റേപ്പിന്റെ വിക്ടിം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക നില വളരെയധികം സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഇങ്ങനെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതായിരിക്കാം, ഒരു പക്ഷേ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റിയ പ്രശ്നങ്ങളായിരിക്കാം. അത് കാരണമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് തുറന്നു പറയാൻ ഒരു വേദിയില്ലാതെ പോയത് നമ്മൾ വളരെയധികം
ഗൗരവത്തോടെ കാണേണ്ടതാണ്, വളരെയധികം സിമ്പതിയോടെ തന്നെ കാണേണ്ടതാണ്. കാരണം ഇത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏതായാലും അറിയായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് തുറന്നു പറഞ്ഞ് അതിന് നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു റേപ്പ് വിക്ടിം ആയ ഒരു അതാണ് ഡോക്ടർ അത്ഭുതം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കാരണം ഒരു റേപ്പ് വിക്ടിം ആണെങ്കിൽ അത് കൂട്ടുകാരിയോടോ അല്ലെങ്കിൽ അത് അറിയണം, അവിടുത്തെ ഏത് സാഹചര്യത്തിലായിരിക്കണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. റേപ്പാണ് എന്ന് പോലീസ് എന്തായാലും പറയുന്നു, സ്ഥിരീകരിക്കുന്നു. അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹബന്ധത്തിലൂടെ മറ്റോ അല്ല ആണെങ്കിൽ എന്തായാലും ഒരു റേപ്പിൽ എലമെന്റിലേക്ക് പോലീസ് തുറന്നു പറയത്തില്ല. കാരണം സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ടൊക്കെ ഒരു മാനസികമായിട്ട് ഒരു പക്ഷേ ദുർബലാവസ്ഥയിലായിരിക്കണം ഈ പെൺകുട്ടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ദുർബലമാണോ അല്ലയോ എന്ന് നമുക്ക് ആ ആളിനോട് സംസാരിക്കാതെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു റേപ്പ് വിക്ടിമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ കുട്ടിക്ക് ഇത് തുറന്നു പറയാൻ ഒരു വേദി ഇല്ലാതെ പോയത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. കാരണം ഇത് അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുത്തിരുന്നെങ്കിൽ, അഥവാ ഗർഭിണിയായെങ്കിൽ അതിന് ഇപ്പോൾ നമ്മുടെ നിയമം വരെ അനുശാസിക്കുന്ന പല മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പരിഷ്കൃത നിയമം തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ആ രീതിയിലൊക്കെയും ആ കുട്ടിക്ക് സഹായം തേടാമായിരുന്നു. പക്ഷെ അത്തരം സഹായങ്ങളൊന്നും തേടാനായിട്ട് നിർഭാഗ്യവശാൽ ഈ കുട്ടിക്ക് പറ്റിയില്ല. കാരണം ഇതിന് തുറന്നു പറയുന്നതിനോ അല്ലെങ്കിൽ ഇതാണ് പ്രശ്നമെന്ന് പറയുന്നതിനോ ഒരു സാഹചര്യം ഉണ്ടാകാത്തത് നമ്മളൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ പറ്റി ചിന്തിക്കാനായിട്ട്. കാരണം അതൊക്കെ ആ ഘട്ടങ്ങളിൽ നടന്നു പോയിരുന്നെങ്കിൽ ഈ കുട്ടിയെ കൊന്നു എന്നുള്ളൊരു ക്രൈം നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു. അത് തന്നെയല്ല, ഈ അമ്മയുടെ റീഹാബിലിറ്റേഷൻ, അതായത് ഇപ്പോൾ റേപ്പ് വിക്ടിം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി, എന്നിരുന്നാലും അതിനെ പുനരധിവസിപ്പിച്ച് സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ സാധാരണ ഒരു നിലയിൽ തന്നെ അതിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം മുന്നിൽ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് വളരെയധികം തീർച്ചയായും വലിയ സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഉള്ള ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ പോലും ഉണ്ടാകുന്ന ഒരു സംഭവം തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ഒരുപാട് സന്ദേശങ്ങളും ഉൾക്കാഴ്ചയും ഒക്കെ ഈ സംഭവം വെളിച്ചം വീശുന്നു, അതിലേക്കൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നത് കൂടിയാണ് മാറുകയാണ്. എന്തായാലും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞിനെ ജനിച്ചപ്പോൾ തന്നെ ഇനി മരണപ്പെട്ടതാണോ, അതല്ല ഇനി അതിനുശേഷം കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിഞ്ഞതാണോ, ജീവനോടെയാണോ വലിച്ചെറിഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചിയെ നടുക്കിയ സംഭവത്തിൽ വഴിത്തിരിവുകൾ ഏറെയുണ്ട്. അരുൺ ശങ്കർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞു വന്ന പോലെ 2 ക്രൈമുകളാണ്. ആ ക്രൈമിൽ ഒന്ന് കുറ്റസമ്മതം അമ്മ തന്നെ 23 വയസ്സുകാരി തന്നെ നടത്തിയിരിക്കുന്നു. ഇനി മറ്റൊന്ന് ഈ റേപ്പ് എലമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 3 മാസത്തിന് മുമ്പാണ് ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് എന്ന് പറയുന്നു. ആ രീതിയിലുള്ള അന്വേഷണം എങ്ങനെ പോകുന്നു? പിന്നെ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, ആ നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും ഈ കേസിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. കാരണം പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കൊന്നതിന് ശേഷമാണ് ഈ അമ്മ വലിച്ചെറിഞ്ഞത് എന്നുള്ളത് സ്ഥിരീകരിക്കണം. അതോ ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നോ, അതിനുശേഷമാണോ മൃതദേഹമാണോ വലിച്ചെറിഞ്ഞത്, ആ കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ആധാരമാക്കേണ്ടത്. അപ്പോൾ പോസ്റ്റ്മോർട്ടമാണ് ഇക്കാര്യത്തിൽ വളരെ നിർണായകം. നിലവിൽ എന്തായാലും പോലീസ് ഈ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചുള്ള മറ്റ് തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പ്രതിക്കെതിരെ ഏതൊക്കെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തേണ്ടത് എന്നുള്ളതിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. അതോടൊപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്, ഈ അമ്മയെ പീഡിപ്പിച്ചത് ആര് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായിട്ട് ഇപ്പോൾ ആ പ്രതിയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ കുറ്റസമ്മത മൊഴിയിലാണ് താൻ പീഡനത്തിനിരയായി എന്നുള്ള വിവരം വെളിപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ പെൺകുട്ടിക്ക് ആരോഗ്യപരമായിട്ടുള്ള രക്ഷ നൽകുകയാണ്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ മൊഴിയെടുപ്പ് ഉണ്ടാവുക. നിലവിൽ ഇക്കാര്യത്തിൽ കുറ്റസമ്മതം നടത്തിയതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങും എന്നുള്ളതാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. 2 അന്വേഷണങ്ങളാണ് സമാന്തരമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കുഞ്ഞിനെ കൊന്ന കേസിൽ കൊലപാതക കുറ്റം തന്നെയാണ് അതിജീവിതയായ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഇനിയുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വിവരിച്ചത്. കൗൺസിലിലേക്ക് വീണ്ടും പോകുന്നു. അഞ്ജന, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ കാര്യത്തിൽ കുഞ്ഞിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തി, എന്തായാലും മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ, പിന്നെ മറ്റൊന്ന് ആരായിരിക്കാം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റിലേക്ക് വരുമ്പോൾ അതിന്റെ വസ്തുതകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ നാട്ടുകാരെന്താണ് സംശയിക്കുന്നത്?
ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ അതിൻ്റെ കഴുത്തിൽ ഒരു തുണി ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ ആ കുട്ടി പ്രസവിച്ച ഉടൻ തന്നെ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പ്രസവശേഷം ചില സമയത്തൊരു സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലം ചിലർക്ക് വരാറുണ്ട്. ആ സമയത്ത് ഈ കുട്ടി എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം എന്നുള്ള രീതിയിൽ കൊന്നുകളഞ്ഞതാകാം. അത് ഏതാണെന്നുള്ള അസംഷൻ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എത്തുകയുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടി 3 മാസമായി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഫ്ലാറ്റിലുള്ള ഒരു വ്യക്തികൾക്ക് പോലും ആ കുട്ടിയെ ഒരു ഗർഭിണിയാണെന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അവർക്കത് അറിയാനേ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വസ്ത്രധാരണത്തിലായി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ ചെയ്തിട്ടുണ്ടാകാം. കാരണം നമ്മൾ എല്ലാവരോടും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥിരതാമസക്കാരായ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് കുട്ടിയെ ഡെയിലി കണ്ടിട്ടുണ്ട് എങ്കിലും അതൊരു ഗർഭിണിയാണ് എന്നുള്ള വിവരം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അസംഷൻ നിൽക്കുന്നത് എന്തായാലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, 5 മണിക്ക് പ്രസവിച്ചു, 8:15 അത് താഴേക്ക് എറിയുന്നതായിട്ട് നമുക്ക് CCTVയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ആ കുട്ടിയെ ഒന്നുകിൽ അത് മാനസികമായ എന്തെങ്കിലും വിഷമങ്ങൾ തോന്നിയിട്ട് അത് കൊന്നു കളഞ്ഞതാകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു നിഗമനത്തിൽ നിൽക്കുന്നത്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ പെൺകുട്ടി മറ്റാരോടൊന്നും ആരോടും തുറന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂട്ടുകാരോ മറ്റോ അറിയേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകിൽ അത് ക്ലോസ് ഫ്രണ്ട്സിനോട് അതിനെ സംസാരിക്കാം, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അമ്മമാരോടായിരിക്കും. അതിനായി പിന്നെ 3 മാസം മുൻപ് ഈ പഠനം പൂർത്തിയാക്കിയ ശേഷമാണോ നാട്ടിലേക്ക് എത്തുന്നത്? ഈ പെൺകുട്ടി പഠനം പൂർത്തിയാക്കിയ ശേഷമാണോ നാട്ടിലേക്ക് എത്തുന്നത്, അതോ പാതി വഴിക്ക് വല്ലതും നിർത്തിയാണോ എത്തിയത്? നമുക്കിപ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ അറിയാൻ സാധിക്കുക. ഒരു പക്ഷം പറയുന്നത് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഈ കുട്ടി തിരിച്ചെത്തി എന്നുള്ളതും, മറ്റൊരു പക്ഷം പറയുന്നത് പഠനം പാതി വഴിയിൽ മുറിച്ചുകൊണ്ട് ഈ കുട്ടി 3 മാസത്തിന് മുൻപ് തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ്. അതിന് ഈ കുട്ടിയുടെ പിതാവ് വളരെ കണിശക്കാരനായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുട്ടി വീട്ടിലധികം മിങ്കിൾ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വനിതാ ശിശുവകുപ്പ് അവർ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗമോ മറ്റോ നടന്നു എന്ന് പോലീസ് കമ്മീഷണർ തന്നെ പറയാൻ അവർക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയായിരിക്കാം? അത് ഈ പെൺകുട്ടിയുമായി സംസാരിച്ചതിൽ നിന്നും പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കമ്മീഷണർ മുമ്പാകെ ആ പെൺകുട്ടി സമ്മതിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ മാത്രമാണ് ഈ കുട്ടി ഗർഭിണിയായിരുന്നു എന്നും പ്രസവം നടന്നു എന്നുള്ളതും വീട്ടുകാർ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. അല്ലാതെ ഒരു വിവരങ്ങളും അവർക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിജീവിതയാണ് അല്ലെങ്കിൽ ഒരു റേപ്പിന് ഇതായിരുന്നു എന്നുള്ളത് പോലീസിനോട് പെൺകുട്ടി സ്വയം സമ്മതിച്ച വിവരമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി നേരത്തെ തന്നെ ഇത് ആരോടെങ്കിലും ഒരാളോട് വിവരം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നതിൽ നിന്നും ഇത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഒരു പിഞ്ചു ജീവനാണ് എന്തായാലും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ് ഒരുപാട് കാര്യങ്ങൾ. അവസാനമായി ഡോക്ടർ എൽസി ഉമ്മൻ, അതായത് ഇവിടെ ഇതുവരെയുള്ള നമ്മൾക്ക് ഉള്ള കേട്ടുകേഴ്വി അല്ലെങ്കിൽ പോലീസിന്റെ സ്ഥിരീകരണമൊക്കെ വെച്ച് മനസ്സിലാക്കുകയും കുറ്റസമ്മതം നടത്തുന്നു, ഒപ്പം വെളിപ്പെടുത്തുന്നത് റേപ്പിന് ഇരയായിട്ടുണ്ട് എന്ന പെൺകുട്ടി പറയുമ്പോൾ ഇനി അന്വേഷണം ഏത് ദിശയിൽ പോകേണ്ടിയിരിക്കുന്നു? അതുകൊണ്ടൊക്കെ ഈ റിസ്ക് വരും കാലങ്ങളിൽ കൂടാനാണ് പോകുന്നത്, കുറയാനല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അഥവാ നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തെ തെറ്റല്ലെങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സേഫായിട്ട് പോയി തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം കുടുംബക്കാർ തന്നെ, വീട്ടുകാർ തന്നെ, അച്ഛനമ്മമാർ തന്നെ ഉണ്ടാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടേ സമൂഹത്തിന് ഉത്തരവാദിത്വം വരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള പലർക്കും ഉത്തരവാദിത്വം വരുന്നുള്ളൂ. തീർച്ചയായും പ്രധാനപ്പെട്ട പോയിന്റാണ് ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞത്. ഒപ്പം തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ നേരിട്ട് അറിവുള്ള വ്യക്തിയായിരുന്നു അഞ്ജന. കൗൺസിലറുമാണ് അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചത്. വളരെ നന്ദി രണ്ടുപേർക്കും.